ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടിയല്ലോ. ഓക്കെ. സോ ഇന്ന് നമ്മൾ കുറച്ചധികം കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് നോട്ട്സ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യും. അതിപ്പോ SAPയുടെ ആകുമ്പോൾ ഇതുപോലുള്ള PDF ആക്കിയിട്ടായിരിക്കും നോട്ട് തരുന്നത്. അപ്പോ ഈ PDF നോട്ടിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഈ PDF നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള എളുപ്പം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഫോണിൽ നോക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടെ ഈ സിസ്റ്റം സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഫോണിൽ കാണുമ്പോൾ. ഒന്നില് നമ്മൾ ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരേ സമയം രണ്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത് ഫിസിക്കലി രണ്ട് ഡിവൈസ് ആണ്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ബ്രൗസറിൽ, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഒന്നില്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രൗസർ ഉണ്ടാകും, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രൗസർ ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അത് യൂസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്സാപ്പ് വെബിലേക്ക് പോകാം. കുറച്ച് പേരെങ്കിലും വാട്സാപ്പിന്റെ വെബ് വേർഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. വാട്സാപ്പ് വെബ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ട് ഈ വാട്സാപ്പ് വെബിന്റെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും വാട്സാപ്പുമായിട്ട് കണക്ട് ആയി വരും. ഓക്കെ, അതായത് ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവാം. ലിങ്ക് ഡിവൈസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും കണക്ട് ആവും. ഓക്കെ, സിസ്റ്റമായിട്ട് കണക്ട് ആവും. ഇനി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ അയക്കുന്ന ഫയല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ വരും. നിങ്ങളുടെ മെയിലിലേക്ക് ഷെയർ ചെയ്യാം. മെയിലിലേക്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ജസ്റ്റ് ജിമെയിൽ സെർച്ച് ചെയ്യാം. ഇവിടെ ജിമെയിലിന്റെ ലിങ്ക് വരും. ആ ജിമെയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സൈൻ ഇൻ ആണെങ്കിൽ ഇതേപോലെ സൈൻ ഇൻ പേജ് ആയിരിക്കും വരുന്നത്. ഇനി അതല്ല, വേറെ അക്കൗണ്ട് ഒന്നും സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ആയിരിക്കും സിസ്റ്റം ചോദിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും അടിച്ചു കൊടുക്കുക, ലോഗിൻ ആവും. ഇനി ഇവിടെ വാട്സാപ്പ് വെബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ജിമെയിലിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ തന്നെ സൈൻ ഔട്ട് ചെയ്ത് പോവുക. അതായത് എല്ലാ സിസ്റ്റത്തിലും വന്ന് നിങ്ങളെ കൊണ്ട് സൈൻ ഔട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ഇമെയിൽ IDയും വാട്സപ്പും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾ മെയിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങളുടെ മെയിൽ ID ഇവിടെ കിടപ്പുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ സൈൻ ഔട്ട് ഓഫ് ഓൾ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ തൽക്കാലം ഇപ്പൊ അത് എടുത്താൽ മതി. സൈൻ ഔട്ട് ഓഫ് ഓൾ അക്കൗണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഇമെയിൽ IDസും ഇതിലിപ്പോ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൈൻ ഔട്ട് ആയി പോകും. ഇപ്പൊ തൽക്കാലം ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് എന്റെ പേഴ്സണൽ സിസ്റ്റം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റമാണ്, പല ആൾക്കാരും യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ആ ഒരു സ്ക്രീനിൽ ഉണ്ടാവും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് കണക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫോണിൽ അത് ആ ഫയൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് മെയിൽ അയക്കാം, നിങ്ങൾക്ക് തന്നെ മെയിൽ അയക്കാം. എന്നിട്ട് നിങ്ങളുടെ മെയില് സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്താൽ മതി. മെയിലിലാവുമ്പോൾ ഒരുപാട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല വാട്സപ്പിന്റെ പോലെ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൽ യൂസ് ചെയ്യാൻ ഏകദേശം എല്ലാവർക്കും അറിയാമോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ?
അല്ലെങ്കിൽ അതിന്റെ കാര്യം പറയണോ? സിസ്റ്റത്തിൽ മെയിൽ എടുത്തിട്ടുള്ള കാര്യം കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും അറിയാം വിചാരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഇപ്പൊ അറിയാമെന്ന് പറയുന്നവരവിടെ ചെല്ലുമ്പോഴും ഇത് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ മെയിലില് ഉള്ള ഫയൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോ ഈ ഒരു ഫയലാണ് വേണ്ടതെങ്കിൽ നമ്മളുടെ മെയിലിൽ ഇതിങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു PDF ഫയലായിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മിക്ക ഫയലും ഷെയർ ചെയ്യുന്നത്. അപ്പോ ഒന്നില്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ആവും. അതിനി ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതിപ്പോ ജസ്റ്റ് ഒരു പേപ്പറിന്റെ ഫോട്ടോയാണ്, കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഫോട്ടോ ആണ്. അപ്പോ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ഇനി സിസ്റ്റത്തിൽ ഇത് ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇതിങ്ങനെ ചില കാര്യങ്ങൾ, ചില ഇമേജ് ആണെങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് തരുന്ന നോട്ടും ഇതേപോലെ തന്നെയായിരിക്കും. ഇപ്പൊ ക്ലാസ് നോട്ടില് ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മെയിൻ കമ്പനി ക്രിയേഷൻ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നിന്ന് വേണമെങ്കിൽ T കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് SAPയിലേക്ക് വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ മൾട്ടി യൂസർ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ശീലിക്കുക. അതായത് ഒരേ സമയം കുറെ സ്ക്രീനുകൾ യൂസ് ചെയ്ത് ഒന്ന് ശീലിച്ചു നോക്കാം. ഇനി ഈ ഒരു PDF നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് സെർവറിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അതായത് ഇപ്പോ PDF നോക്കാം. ഒരു സ്ക്രീനിൽ ഈ PDF ഓപ്പൺ ചെയ്ത് വെക്കാം. എന്താണ് ചെയ്യേണ്ടതെന്ന് അതിലുണ്ടാവും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ കമ്പനിയുടെ ക്രിയേഷൻ ആണ്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ ആണ്. അപ്പോൾ OX15 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ OX15 ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ PDF നിങ്ങൾക്ക് ജസ്റ്റ് അതിനെ ഒരു വേർഡ് ആണെങ്കിൽ വേർഡിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡ് ഫുള്ള് സെലക്ട് ആയി കിട്ടും. ഇനി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, Ctrl+C പ്രസ് ചെയ്യാം. കോപ്പി ചെയ്യാനായിട്ട് Ctrl+C എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇനി പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl+V, വിക്ടറിയുടെ V എന്നുള്ള കീ ഒന്ന് ഓർത്താൽ മതി. കോപ്പി ചെയ്യാൻ Ctrl+Cയും പേസ്റ്റ് ചെയ്യാൻ Ctrl+Vയും. അപ്പോ Ctrl+V പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ആയി കിട്ടും. അതായത് ഇപ്പോ നിങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന ക്ലാസ് വേണമെങ്കിൽ 2 മണിക്കൂർ വേണമെങ്കിൽ നീട്ടാം. അതേപോലെ തന്നെയാണ് നിങ്ങൾ എത്ര സമയം, എത്ര ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു, എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ ആ ഒരു ട്രെയിനിങ്ങിന്റെ കാഠിന്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഭയങ്കര സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടാസ്കുകളും കാര്യങ്ങളും ആയിരിക്കും തരുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ വെറുതെ ഇരുന്ന് പൊസിഷൻ എഴുതേണ്ടി വരും. അതേസമയം നിങ്ങൾ മര്യാദക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള, അതായത് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്കിൽ എന്താണോ അതിനനുസരിച്ചുള്ള വർക്കായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിനനുസരിച്ചുള്ള ഗ്രോത്തും സാലറിയും ആയിരിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ മാക്സിമം ഇവിടെ സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പോ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വന്ന വിൻഡോ ഇതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ സ്ക്രീൻഷോട്ട് നോക്കുക, വന്ന വിൻഡോ കറക്റ്റ് ആണോ? ഏകദേശം അതേപോലത്തെ ഒരു സ്ക്രീനാണ്. അതായത് ഇതിലുള്ള അതേ വാക്കുകൾ തന്നെ ഇവിടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ബലം പിടിക്കരുത്. ചിലപ്പോ ഇത് ലൈവ് സെർവർ ആണ്, പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വായിച്ചു നോക്കാം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാനാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ക്രീൻ എന്താന്ന് നോക്കാം. ഇതുപോലെ ഡാറ്റാസ് ഇതിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഡാറ്റ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റയാണ്. ഇതിപ്പോ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് സാമ്പിൾ ആണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കമ്പനി ഏതാണോ ആ കമ്പനിയാണ് ഇതിന്റെ അകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സ്ക്രീൻ സേവ് ചെയ്യാം. ഇനി സ്ക്രീൻ സേവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്ക്രീൻഷോട്ടിലുള്ളത് ഈ ഒരു പുതിയ റിക്വസ്റ്റ് വിൻഡോ വരുന്ന സ്ക്രീനാണ്. പക്ഷേ നമ്മളിപ്പോ ചെയ്യുമ്പോൾ
ഓൾറെഡി റിക്വസ്റ്റ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോംപ്റ്റ് ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കില്ല, ഓൾറെഡി ഡാറ്റ ഉള്ള അല്ലെങ്കിൽ ഓൾറെഡി റിക്വസ്റ്റ് എടുത്ത ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ സ്ക്രീൻഷോട്ടിലുള്ളത് ഇങ്ങനെയാണ്, കണ്ട ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ആ സ്ക്രീൻഷോട്ടിലുള്ളത്. ഓക്കെ, അപ്പോ ഇതെന്താണെന്നുള്ളതും ഈ ഒരു PDF പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കാം. പുതിയൊരു സെർവറിൽ എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് എടുക്കണം. അപ്പൊ അത് പുതിയ റിക്വസ്റ്റ് എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ജസ്റ്റ് ഈ ഒരു വിൻഡോ വരുമ്പോൾ ഒന്ന് എന്റർ കീ പ്രസ് ചെയ്താൽ മതി, സേവ് ആയി കിട്ടിക്കോളും. താഴെ ഡാറ്റ സേവ് എന്നുള്ള മെസ്സേജ് വരും. അതേപോലെ ഇതിലും ഡാറ്റ ഈ സേവ് എന്നുള്ള മെസ്സേജ് ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് ഫോളോ ചെയ്തിട്ട് പോകും. പക്ഷെ ഈ സ്ക്രീൻഷോട്ട് മര്യാദക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോണിൽ നോക്കിയിട്ട് കാര്യമില്ല. ഫോണിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വെറുതെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മിസ്സാവും. അപ്പോ ഇതേ സമയം ഇപ്പോ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നെ മര്യാദക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓൾട്ടും ടാബ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് രണ്ട് വിൻഡോ തമ്മിലൊന്ന് മാച്ച് ചെയ്ത് നോക്കാനായിട്ടും പറ്റും. അതേസമയം ഫോണിലാണെങ്കിൽ ഫോണിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ടച്ച് സ്ക്രീൻ ആണ്. നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറെ പേജ് താഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റത്തിലാണെങ്കിൽ മൗസ് ആണ്, മൗസിന്റെ സ്ക്രോൾ വീൽ പതിയെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാറ്റാസേ പോകുള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ മുകളിൽ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു പേജ് നമ്പർ കിടപ്പുണ്ട്. ഇതിപ്പോ 8ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. 83ാമത്തെ ടോട്ടൽ 83 പേജ് ഉണ്ട്, അതിൽ 8ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ പേജ് നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഫോണും സിസ്റ്റത്തിൽ ഈ സംഭവം എടുത്തിടുന്നത് തമ്മിലുള്ള വ്യത്യാസം. മാക്സിമം സിസ്റ്റത്തിൽ എടുത്തിടാൻ നോക്കുക. മാക്സിമം അല്ല, എന്തായാലും നിങ്ങൾ സിസ്റ്റത്തിൽ എടുത്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വളർച്ച മുരടിച്ച് പോകും. നിങ്ങൾ ഫോണിൽ ചെറിയൊരു ഫോൺ സ്ക്രീനിൽ മാത്രം ഒതുങ്ങും, അതിനനുസരിച്ച് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതായത് വാട്സാപ്പ് കണക്ട് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്ത് വന്നാലും ഓവറോൾ നിങ്ങൾ കുറച്ചും കൂടി സ്പീഡ് ആവുള്ളൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. മാക്സിമം അത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ പറയാനുള്ളത് നമുക്ക് അസൈൻമെന്റ് വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മാക്സിമം അതൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഇനി അക്കൗണ്ട്സിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്.